നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സോറി മാഡം, അതെന്റെ കയ്യിൽ നിന്ന് പറന്നു പോയ ഫോട്ടോയാ. പ്ലീസ്. താങ്ക് യു മാം. എക്സ്ക്യൂസ് മീ മാഡം, ഈ സിറ്റിയിൽ തന്നെ ഉള്ള ആളാണോ? ഈ സ്ത്രീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ രൂപസാദൃശ്യമുള്ള പെൺകുട്ടിയെ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഞാൻ ഈ കുട്ടിയെ തിരക്കി നടക്കുകയായിരുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. ഓ സോറി, യു ക്യാരി ഓൺ. മാഡം പറ്റുള്ളൂ. ഈശ്വര, ഇയാൾ ഇപ്പോഴും എന്നെ തിരയുന്നത് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. എന്തായാലും ആര്യ ഷോള് തന്ന് മുഖം മൂടാൻ പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഇന്ന് ഞാൻ മേഘനാഥന്റെ പിടിയിലായെന്ന്. എന്തൊരു ഗമ, എന്തൊരു മാറ്റം. ആർക്കോ ഐശ്വര്യം വരുമ്പോ ഏതോ നേരത്തെ കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, കാണുന്നത് ആദ്യമായിട്ടാ. ഓ മനസ്സിലായി, ഇപ്പൊ ഐശ്വര്യം വന്നിരിക്കുന്നത് ഈ അല്പനാണല്ലോ. പക്ഷെ അതിന്റെ സന്തോഷം ഉണ്ടാവേണ്ടത് നിനക്കാ. ആ സന്തോഷത്തിൽ നീ ഏത് അർദ്ധരാത്രിയിൽ കുട പിടിച്ചാലും ഞാനത് മടക്കി വെക്കാൻ പറയില്ല. യു ക്യാൻ ക്യാരി ഓൺ. അതെന്താ കാര്യം? നീ എന്റെ മുത്തല്ലേ, കരളും ചങ്കും ഹൃദയവും ശ്വാസകോശവും അല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, ഒരു വലിയ കമ്പനിയിലെ എക്സിക്യൂട്ടീവിന് ഈ ലോക്കൽ ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണുമെന്ന് പറഞ്ഞതിന്? അയ്യോ സോറി, താങ്കളെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വിളിച്ചു വരുത്തി സൽക്കരിക്കാനും ഗിഫ്റ്റ് തരാനും ഒന്നും എനിക്ക് പാങ്ങില്ല, അതുകൊണ്ടാ. ഗിഫ്റ്റോ? സൂപ്പർ. പോരട്ടെ പോരട്ടെ, എനിക്കുള്ള ഗിഫ്റ്റുകൾ പോരട്ടെ, ഞാനത് സ്വീകരിക്കാൻ റെഡിയാ. ഉഗ്രൻ, എനിക്കിഷ്ടപ്പെട്ടു. ഇനി നീ ഇതൊന്ന് കരുതി കെട്ടിത്തരയും കൂടി ചെയ്താ സംഗതി ക്ലീനായി. കഴുത്തിൽ ഞാൻ ഈ ടൈ കെട്ടി തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? ഞാനിത് അങ്ങോട്ട് കെട്ടി തരുന്നതിന് മുമ്പേ എന്റെ കഴുത്തിൽ വേറൊരു സാധനം കെട്ടിത്തരണം. അത് കെട്ടിയതിനു ശേഷം മാത്രമേ ഇത് കെട്ടിത്തരാൻ പറ്റൂ. അതെന്താ ഞാൻ കരുതി കെട്ടേണ്ടത്? നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്, അപ്പൊ കിട്ടും. നീ തന്നെ പറ, ഞാൻ എന്താ കെട്ടേണ്ടത്? ഓ, ഇങ്ങനൊരു പൊട്ടനെയാണല്ലോ ദൈവമേ ഞാൻ പ്രേമിച്ചത്. അപ്പോഴേ ചങ്ങാതി, അതിനെ എല്ലാരും താലി എന്നാ പറയുന്നേ. പ്രേമിക്കുന്ന ആൺകുട്ടികൾ അവസാനം അവന്റെ പെണ്ണിന്റെ കഴുത്തിൽ കെട്ടുന്ന ഒരു സാധനമാണ് ഈ താലി. കേട്ടിട്ടുണ്ടോ എന്തോ? ഓ, താലി. ശരി, ആയിക്കോട്ടെ. ഞാൻ നിനക്ക് താലി കെട്ടി തന്നത് മതി, നീ എനിക്ക് ടൈ കെട്ടുന്നത്. എഗ്രീഡ്? എഗ്രീഡ്. എവിടെയാണ് നിന്റെ എക്സാം ടൈം ടേബിൾ? കാണട്ടെ.
ഇടയ്ക്ക് വലിയ ഗ്യാപ്പ് ഒന്നും ഇല്ലല്ലോ. സോഷ്യൽ സയൻസും മാത്സും അടുത്തടുത്താ. ഇത്തവണ മോൻ കുറച്ച് ബുദ്ധിമുട്ടും. ഞാൻ ആര്യോട് പറയാം 2 ആഴ്ച കോളേജിൽ പോക്കൊക്കെ നിർത്തി നിന്നെ പഠിപ്പിക്കാൻ. ആഹാ, എക്സാം ടൈം ടേബിൾ കിട്ടിയല്ലേ? ദാ കിട്ടി. ആരതി എവിടെ? കുഞ്ഞേച്ചി രാവിലെ ഇന്റർവ്യൂവിന് പോയതാണല്ലോ, ഇതുവരെ വന്നില്ലേ? വന്നെങ്കി വീടിങ്ങനെ പൂട്ടിക്കിടക്കില്ലല്ലോ. അവൾ ഒറ്റയ്ക്കാണോ പോയത്? നീ എന്താ ഒന്ന് കൂടെ പോവാത്തത്? ഒറ്റയ്ക്കല്ല പോയത്, സോഫി ചേച്ചി ഉണ്ടായിരുന്നു. അവര് വണ്ടിയിലാ പോയത്, അതാ പിന്നെ ഞാൻ പോവാഞ്ഞേ. ഛേ, ഇതിപ്പോ നേരെ ഒരുപാടായല്ലോ. ഇത്രയും നേരം ഇന്റർവ്യൂ ഒക്കെ കാണുവോ? മൂവത്ത് കയറിക്കോ. ശരി. ഫോണും കിട്ടുന്നില്ലല്ലോ. നീയും കൂടെ പോകേണ്ടതായിരുന്നു. അല്ല, ഈ സോഫി നിനക്ക് നേരത്തെ അറിയാവോ? ഇല്ല, ആ സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫായിരുന്നു സോഫിയേച്ചി. അവര് നല്ലയാളാ. സോഫി ആരതി ഒരുമിച്ചല്ലേ പോയത്? ആ, സോഫിയുടെ നമ്പർ ഉണ്ടോ നിന്റെ കയ്യില്? ഇല്ലേച്ചി, കുഞ്ഞേച്ചി സോഫിയേച്ചി ആട്ടാ കൂട്ട്. ഞാൻ അവരുടെ നമ്പർ വാങ്ങിയില്ല. ആ, കണ്ടോ, ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ഉത്തരവാദിത്വ ബോധം. കേസിൽ തോറ്റതോടെ മേഘനാഥം പരക്കം പാച്ചിൽ ആരംഭിച്ചു എന്ന് കുറച്ചു മുമ്പ് ഞാൻ മനസ്സിലാക്കിയതേ ഉള്ളൂ. അതുപോലെ ഈ സുനിലും അവൻ എന്തിനും മടിക്കാത്തവനാണെന്ന് അന്വേഷിച്ച് പറഞ്ഞത്. ഇതിന്റെയൊക്കെ ഇടയിലാണ് ജീവിക്കുന്നതെന്ന ബോധം വേണം എല്ലാവർക്കും. പെൺകുട്ടികളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടാത്ത ലോകമാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, എവിടെ വെച്ച ഇന്റർവ്യൂ എന്ന് പറഞ്ഞത്? CV ഹോട്ടലില്. ഏതോ കമ്പനിയുടെ ആൾക്കാര് അവിടെ വന്ന് ഇന്റർവ്യൂ നടത്തുമെന്നാ സോഫിയേച്ചി പറഞ്ഞത്. CV? അതൊരു ബാർ ഹോട്ടലല്ലേ? എന്തോ അറിഞ്ഞൂടാ, ആയിരിക്കുമെന്ന് തോന്നുന്നു. തോന്നലല്ല, അതൊരു ബാർ ഹോട്ടൽ തന്നെയാ. ഏതായാലും ഞാൻ പ്രസാദേട്ടനെ ഒന്ന് വിളിക്കട്ടെ. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണല്ലോ. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരതി ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.